ഈ മധുരം സാറിനും കൂടി ഉള്ളതാ. പ്ലീസ്. നല്ലതേ വരൂ. ഗുഡ് ബ്ലസ് യു. ഞാൻ ഇറങ്ങാം. സാർ ഒരു നിമിഷം. ഹായ്. ഹായ് മോനെ. ഇത് കത്തിക്ക്, ഇത് കത്തിക്ക്. എന്റെ ജീവിതത്തിലെ ഇപ്രാവശ്യത്തെ ദീപാവലി ഒരിക്കലും ഞാൻ മറക്കില്ല. എന്താ കാരണമെന്നറിയോ? ഈ വർഷം ദീപാവലി ആഘോഷിക്കാൻ നമ്മളോടൊപ്പം ദ ഗ്രേറ്റ് രവിവർമ്മൻ സാറും ഉണ്ട്. അതാണ് വ്യത്യാസം. പപ്പി, നമ്മുടെ മഹാലക്ഷ്മി മോളെ കൊണ്ടും ദീപമോനെ കൊണ്ടും ഈ പൂക്കുറ്റി ഞാൻ ഒരുമിച്ച് കത്തിപ്പിക്കാൻ പോവുക. നീ വാടാ മോളെ, വാ. മോള് വാ. സാറിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. വിളിക്കാതെ തന്നെ സാർ എത്തിയല്ലോ. സാറ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് വലിയൊരു കാര്യമാണ്. മറക്കില്ല സാറേ, ഒരിക്കലും മറക്കില്ല ഞങ്ങള്. സാറേ, ഹാപ്പി ദീപാവലി. നമുക്ക് ഇനിയും കാണണം. ഇതേ, നീ എന്താ ഈ ചെയ്യുന്നത്? മറന്നതാണോ അതോ മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, രവിക്ക് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പൈനാപ്പിൾ പായസത്തില് ബദാമിന്റെ തൊലി ഇളക്കിയ ശേഷമേ കട്ട് ചെയ്തിടാവുള്ളൂന്ന്. ഇത് രവിക്ക് ഇഷ്ടമല്ല. സോറി അമ്മ, ഞാൻ മറന്നുപോയി. ഗൗരി, ഇത് പിടിക്കും. ആ ആളാരാണെന്ന് അറിയാമോ സാറിന്? എന്റെ മനസ്സിലുള്ള ആ പുരുഷൻ ആരാണെന്ന് ഞാൻ പറയാതെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യനോട്. ഞാൻ കേൾക്കാതെ ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. ഈ നെഞ്ചില് കൈവച്ച ലോകത്തിൽ ആർക്കും ആ പേര് വായിക്കാൻ കഴിയും സാർ.
കഴിക്കൂ സർ. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണം സർ ഉറപ്പായും കഴിക്കുമെന്ന്. എന്നാ പോയി അച്ഛനോട് പറഞ്ഞേക്കും ഞാൻ കഴിച്ചെന്നും പായസവും ചോറും വളരെ ഇഷ്ടപ്പെട്ടെന്ന്. ആസിക്കുന്ന പോലെ മധുരല്ലോ എന്താ അത് പോയി ചോദിക്കാത്തത്? അത് രവി ഫയറിംഗ് നടത്തുന്നതാണ്. അതെനിക്കും അറിയാം. അത് ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുമെന്ന് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് ബ്രദർ ഇൻ ലോയ്ക്ക് ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. രേഖ, രവി ചിലപ്പോ അപ്സെറ്റ് ആവുമ്പോ മനസ്സിന് എന്തെങ്കിലും പ്രയാസം തോന്നുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് നിനക്കും അറിയാവുന്നതല്ലേ? അറിയാം, നല്ലവണ്ണം അറിയാം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇറങ്ങി പോണോ? അത് പറഞ്ഞാ മതി. ആരും ഒരിടത്തും പോവണ്ട. ലോയ്ക്ക് ദിവസം മുഴുവൻ ടെൻഷനാ, ടെൻഷനോട് ടെൻഷൻ തന്നെ. സത്യം പറഞ്ഞ നമ്മുടെ വീട്ടിൽ ഇപ്പോഴാ ദീപാവലി ശരിക്കും ആഘോഷിക്കുന്നെ. വെടിയും പുകയും ഒച്ചയും ബഹളവും. ഓ മൈ ഗോഡ്, എന്റെ തലയ്ക്കകത്ത് പൂത്തിരി കത്തിച്ച പോലെയാ തോന്നുന്നേ. ഭയങ്കരം തന്നെ. ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്? എനിക്ക് ഓർമ്മശക്തി കുറഞ്ഞതാണോ അതോ ഈ വീട്ടിലെ സാധനങ്ങൾ കൂടിപ്പോയതാണോ? ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല എന്നുള്ള അവസ്ഥയായി. അച്ഛൻ എന്തായി നോക്കുന്നത്? നിങ്ങൾക്കിത് എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പക്ഷെ നിന്റെ അച്ഛൻ അങ്ങനെയല്ല. മുതലാളിന്നും തൊഴിലാളിന്നും വ്യത്യാസം കാണാത്ത ദൈവത്തെ പോലൊരു മനുഷ്യനായിരുന്നു. അന്ന് ആ ദിവസം തന്നെ ഞാൻ നിന്റെ ഈ അച്ഛന്റെ മുന്നിൽ തോറ്റുപോയതാ. ഇപ്പോഴത്തെ ഈ ബഹളമൊക്കെ വെറും പുറംപൂച്ചല്ലേ? ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ. നോക്ക്, നിന്റെ അച്ഛൻ അതൊക്കെ ഓർത്തപ്പോ സന്തോഷം വരുന്നുണ്ട്. അച്ഛാ, കരഞ്ഞു പോയത്. അപ്പോ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിന്റെ അച്ഛൻ എന്താ ചെയ്തെന്നറിയോ? എന്ത് ചെയ്തു? എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിന്റെ അച്ഛൻ ഒരു പാട്ട് പാടി. അച്ഛന്റെ പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒരു പാട്ട്. നിനക്കും അറിയാവുന്ന പാട്ടാ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. ദേ സന്തോഷം വരുന്നുണ്ടല്ലോ, ദേ നോക്കി. അതെ അതെ, ഇനി അച്ഛനൊന്ന് ചിരിച്ചേ, ഞങ്ങൾ നോക്കട്ടെ നല്ല സന്തോഷം വരുന്നുണ്ടോന്ന്. ചിരിക്കേ. അയ്യേ, ഇതെന്താ ഇത്?
ഈ ഫോട്ടോ എടുക്കാനിരിക്കുമ്പോഴത്തെ ചിരി ആർക്ക് വേണം? അതെ ശ്രീടച്ച, ചിരി ആ മനസ്സിൽ നിന്ന് പുറത്തോട്ട് വരട്ടെ. എനിക്ക് ഈ കല്യാണത്തിന് സമ്മത. മകള് സമ്മതിച്ചാ പിന്നെ ഞാൻ തടസ്സം നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഭാര്യയുടെ മോളുടെ സന്തോഷം ഞാനായിട്ട് നശിപ്പിക്കരുതല്ലോ. അതാണ് എന്റെ തീരുമാനം. ഓ എന്റെ ദൈവങ്ങളെ, സുദർശൻ ചേട്ടാ ആ കൈ ഇങ്ങി തന്നെ. എനിക്ക് ഇപ്പോഴാ ഒരു മനസ്സമാധാനം കിട്ടിയത്. നമുക്ക് ഈ നാട് ഞെട്ടിപ്പിക്കുന്ന ഒരു കല്യാണം നടത്താം. എന്താ? ആയിക്കോട്ടെ, എല്ലാം ത്രിവിക്രമന്റെ തീരുമാനം പോലെ. എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി. വൃത്തികെട്ടവനെ, കുറച്ചു സമയം കൂടി ക്ഷമിച്ചാൽ എന്താ നിനക്ക്? മറ്റുള്ളവരെ മുമ്പ് നാണം കെടുത്താൻ. സാർ എപ്പോഴും പറയാറില്ലേ വിശ്വാസം? ഞാൻ പ്രണയിക്കുന്ന ആൾ ഒരിക്കൽ ആ പ്രണയം തിരിച്ചറിയുന്ന വിശ്വാസം എനിക്കുണ്ട് സാർ. ആ വിശ്വാസമാണ് എന്റെ ജീവശ്വാസം. സാറിനത് പിന്നീട് മനസ്സിലാവൂ. രവി, രാത്രി അമ്മയുടെ മുറിയുടെ മുന്നിൽ വരെ വന്നതാ. പിന്നെ അമ്മയെ ഉണർത്തണ്ടെന്ന് കരുതി. അപ്പൊ തോന്നിയ അനിയനോട് സംസാരിക്കാന്ന്. അങ്ങനെ രഘുവിന്റെ മുറിയുടെ അടുത്തേക്ക് പോയി. പിന്നെ തോന്നി അവനെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. അത് കഴിഞ്ഞ് വാതിൽ തുറന്ന് ഇവിടെ ലോണിൽ നേരം പുലരും വരെ ഇരുന്നു. ഇത്രയും വലിയ വീട്ടിൽ ഞാൻ ഒറ്റക്കാണെന്നൊരു തോന്നലായിരുന്നു അപ്പം മുഴുവൻ. ഏയ് അങ്ങനെയൊന്നും ഇല്ല മോനെ. ഞങ്ങൾ താമസിച്ചാലും അവിടെ വിളക്ക് തെളിയിക്കാൻ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ആ കൊട്ടാരം മുഴുവൻ ഇരുട്ടായിരിക്കും. നീ ഈ വീടിന് വേണ്ടി എത്രമാത്രം അധ്വാനിച്ചത്, എത്ര പേരെയാ സഹായിച്ചത്. പക്ഷെ നീ നിന്നെ കുറിച്ച് മാത്രം ആലോചിച്ചില്ല. അമ്മ ഒരു കാര്യം നിന്നോട് നിർബന്ധമായിട്ട് പറയുക. ശ്രീടച്ച പോയിട്ടെന്തായി? സംസാരിച്ചോ ദീപുന്റെ അച്ഛനോട്?
എല്ലാം സംസാരിച്ചു. ഉടനെ തന്നെ വാക്കുറപ്പിക്കാമെന്ന് പറഞ്ഞു. പറ. കല്യാണത്തിന്റെ ചെലവ് മൊത്തം ത്രിവിക്രമം നടത്തിക്കൊള്ളാന്നാ പറഞ്ഞു. ആണോ? എന്റെ ദൈവമേ, ആദ്യം മുതലേ അദ്ദേഹം അങ്ങനെ തന്നെയാ പറഞ്ഞോണ്ടിരുന്നത്. കണ്ടോ ശ്രീടച്ച, ഇപ്പോഴെങ്ങനെയുണ്ട്? നമ്മുടെ കയ്യിൽ കല്യാണത്തിനുള്ള കാശൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ടാ അദ്ദേഹം ഇപ്പോഴീ ചെയ്യുന്നത്. ഇക്കാലത്ത് വേറെ ആരെങ്ങനെ ചെയ്യും നമ്മുടെ ചെലവ് കൂടെ വഹിക്കാന്ന്? അദ്ദേഹം നല്ല മനുഷ്യനാ, വളരെ നല്ല മനുഷ്യൻ. ആദ്യം കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായതാ. ചോദിച്ചാലോ? ഓ എന്റെ അമ്മ, രവിവർമ്മൻ സാറിനെ എന്തിനാ ഇതിൽ പിടിച്ചിടുന്നത്? ഇത് നമ്മുടേതാണ് പ്രശ്നം. നമ്മൾ വേണം പരിഹാരം കണ്ടുപിടിക്കാൻ. അല്ല, അതിനിടയിൽ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടതാ. രവിവർമ്മൻ സാറിനോട് ആരാ എന്നെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്? ആരുടെ ബുദ്ധിയാ അത്? അമ്മേ, നീ എന്തിനാ എന്നെ വിളിക്കുന്നത്? അല്ലേ, ഇത് കേട്ടാ തോന്നും ഞാനാണ് രവി സാറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. മതി. അമ്മേ, ഞാൻ പോട്ടെ. ആ ശരി മോളെ, നോക്കി പോയിട്ട് വാട്ടോ. ശരി. ഇനോ രാജാറാം സാർ, ഞാനൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ആ അവസരമാണ് ഇപ്പൊ എന്റെ കൈക്കുള്ളിൽ എത്തിയിരിക്കുന്നത്. അതിന്റെ സന്തോഷത്തിലാ ഞാനിപ്പോ. എന്തോ ഓപ്പർച്യൂണിറ്റി? അത് മനസ്സിലായില്ല. പറയാം. കുറച്ചു മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നായിരുന്നു, സാക്ഷാൽ ശ്രീലക്ഷ്മി മാഡത്തിന്റെ. ഇവളിതെന്താ ഫോൺ വിളിക്കുന്നത്? ഓഫീസിൽ വന്നില്ലേ ഇതുവരെ? ഹലോ, നീ ആദ്യം ഓഫീസിലേക്ക് വാ, എന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ മാഡം, താങ്ക് യു വെരി മച്ച്. ഫിനാൻഷ്യൽ പ്രോബ്ലം. ശ്രീലക്ഷ്മിക്ക് എന്താ ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം? അറിയില്ല, പക്ഷേ ചെറിയൊരു ഊഹമുണ്ട്. അവളുടെ ആവശ്യം ചെറുതല്ല, വലുതാ. അതുകൊണ്ടാണ് ഒരിക്കലും ഇല്ലാതെ അവൾ എന്നെ വിളിച്ച് ഹെൽപ്പ് ചോദിക്കുന്നത്. ആവശ്യം ചെറുതായിരുന്നെങ്കിൽ ഇവിടെ തന്നെ ആ ഉമയോ ജ്യോതിയോ ജോണിനെയോ വിളിച്ച് പരിഹരിക്കുമായിരുന്നു. സാറിന്റെ അടുത്ത ആളാ. മാഡം ഒന്ന് ചെയ്തിട്ട് മറ്റൊന്നായി തിരിച്ചടി കിട്ടരുത്. ഹേ, ഇപ്രാവശ്യം അങ്ങനെയൊന്നും സംഭവിക്കില്ല രാജാറാം സർ. ഐ ക്യാൻ മാനേജ് ഇറ്റ്. ഒപ്പം നമുക്കിഷ്ടമില്ലാത്തവർ കരയുന്നത് കാണുമ്പോ ഒരു രസം തോന്നില്ലേ നമുക്ക്? ആ രസത്തിലാ ഞാനിപ്പോ. ഈ അവസരം വെച്ച് ഞാൻ അവളെ ഒന്ന് കരയിക്കും. എനിക്ക് രസിക്കാം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതും ഈ 2 രൂപയും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ല. അതൊക്കെയുണ്ട്. സാറ് തൽക്കാലം പോകാൻ നോക്ക്. അവള് വരാറായി. ബാക്കി കഥ ഞാൻ പിന്നീട് പറയാം. ശരി, അങ്ങനെ ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് മോർണിംഗ് സർ. ശ്രീലക്ഷ്മി മാഡം, ഗുഡ് മോർണിംഗ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.
പ്രോബ്ലം എന്താന്ന് വെച്ചാ കല്യാണ ചെലവിന് കുറച്ച് കാശ് ആവശ്യമുണ്ടായിരുന്നു. ഒരു 2 ലക്ഷം രൂപ സാലറി അഡ്വാൻസ് കിട്ടിയിരുന്നെങ്കിൽ. 2 ലക്ഷമോ? ഓക്കെ, ഓൾ റൈറ്റ്. നിന്റെ ഫോൺ ഒന്ന് തന്നേ, കാണട്ടെ. മാഡം, ഫോൺ? അതെ, ഫോൺ. ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ ഫോൺ എനിക്ക് തരാൻ. മാഡം, ഞാൻ ചോദിച്ചത് 2 ലക്ഷമാണ്. അറിയാം, പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ അച്ഛനമ്മമാർക്ക് എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശ്രീലക്ഷ്മി. ഇന്നിവിടെ ഒരു കല്യാണത്തിന് 2 ലക്ഷം രൂപ ഒന്നും ആവില്ല. അതാണ് 5 ലക്ഷം രൂപ തന്നത്. സമയം പോലെ തിരിച്ചു തന്നാ മതി. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. കയ്യിലുണ്ട്. ഡു യു നോ വാട്ട് ഇറ്റ് ഈസ്? ₹2 കട്ട പവറാണ് ഭായ്. അല്ലേ ശ്രീലക്ഷ്മി മാഡം? ദാ പിടിച്ചോ നീ. ഞാൻ നോക്കുമല്ലയോ 2 രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ ബഹളം വെച്ചാലോ? എങ്ങനെ? 2 രൂപയ്ക്ക് എന്താ ഒരു കുറവ്? 1 കോടി തികയാൻ 2 രൂപ കുറഞ്ഞാലേ അത് 1 കോടിയും ആവില്ല. 2 രൂപയ്ക്ക് നല്ല കട്ട പവറാണ് ഭായ്. രൂപ എനിക്ക് വലുതാ. ആ മതി മതി, 1 കോടി ദഹിക്കാനുള്ള 2 രൂപ. ക്ഷണിക്കാമെന്നാണോ? പുള്ളി കയറാതെ വിളിച്ച് പുറത്തിറക്കുന്നു, ഗുഡ് ഈവനിങ് പറയുന്നു, വിശേഷം ചോദിക്കുന്നു. പറഞ്ഞത് കറക്റ്റാ. മീറ്റിംഗിന് ക്ഷണിക്കാമെന്നതല്ല. പക്ഷേ ഞാനൊരു ബിസിനസ്മാനാ, ഇന്നലെയും ഇന്നും. നീ അതല്ലേ ഇപ്പൊ. അതൊന്ന് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി, അതാ വന്നത്. അകത്ത് കയറാത്തത് അമ്മ എന്നെ കാണണ്ടെന്ന് കരുതിയിട്ട. നീ ആ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു ബിസിനസ്മാൻ അല്ലെന്ന് പറഞ്ഞത് തന്നെയാ. ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മുടെ ഷെയറുകളുടെ സ്റ്റാറ്റസ് അറിയാമോ നിനക്ക്? പറഞ്ഞേ, ഞാനൊന്ന് കേക്കട്ടെ. നീ ഓഫീസിൽ വരുന്നില്ല വിത്തൗട്ട് എനി റീസൺ. അതിന്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ഐ എം നോട്ട് ഫീലിംഗ് വെൽ. മനസ്സിന് നല്ല സുഖം തോന്നിയില്ല, അതുകൊണ്ടാ. എനിക്കറിയാം നിന്റെ മനസ്സിന്റെ അസുഖം എന്താണെന്ന്. തൽക്കാലം അത് ചർച്ചാ വിഷയമാക്കാനല്ല എന്റെ ഉദ്ദേശം. സി രവി, നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് നോക്ക്. രവിചന്ദ്ര വർമ്മൻ, ദ വൺ ആൻഡ് ഓൺലി ബിസിനസ് ഐക്കൺ. അങ്ങനെ കേൾക്കാൻ എനിക്കിഷ്ടം. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള നിന്റെ അമ്മയ്ക്കും ഓഫീസിലുള്ള സാന്ദ്രയ്ക്കും എല്ലാവർക്കും. വെറും ഒരു പെൺകുട്ടിയുടെ കാര്യം ആലോചിച്ച് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറയുന്ന ദൗർബല്യം നിന്നിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ബി വാട്ട് യു ആർ രവിവർമ്മൻ, പ്ലീസ്. നോക്ക്, നാളെ രാവിലെ നീ ഓഫീസിൽ കാണണം. ഞാൻ ഇറങ്ങി.
അമ്മേ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നെ? എന്നുള്ളതിന്റെ എല്ലാ ഉത്തരം നിന്റെ അമ്മ പറയും. ഞാനിപ്പോ പോയി കിടക്കട്ടെ. നല്ല തലവേദന. വന്നിട്ട് കുറച്ച് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി ഇവിടെ വന്നിരുന്നതാ. നടക്കുമെന്നറിയില്ല. എങ്കിലും നേരത്തെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കണം. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഇവിടെ അത് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിയാ മതി. ഓ, നീ ഇത് എന്ന് വെച്ചെന്നായി പറയണത്? ഒരുപാട് കാലമൊന്നും ആയില്ല. ഈ അടുത്ത കാലത്താ. ഈ അടുത്ത കാലത്തെന്ന് വെച്ചാ? ആ, ഒരു 4-5 വർഷമായി കാണും. ഓ, എന്റെ സരോജം, അതിനിടയിൽ പലയിടത്തും 2-3 സർക്കാർ വരെ വന്നു പോയതാ. നിങ്ങൾ അവിടെ നിന്ന് പ്രസംഗിക്കാതെ നേരെ ഒന്ന് നോക്ക് മനുഷ്യ. അവളുടെ കല്യാണത്തിന്റെ ചെലവ് അവള് തന്നെ കണ്ടെത്തൂന്ന് വരെ പറയുന്നു. അച്ഛനായ ഞാൻ ചെയ്യേണ്ട ജോലിയാ എന്റെ മോള് സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഞാനൊക്കെ ഈ ലോകത്ത് വെറും വേസ്റ്റാ. കുടുംബത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്തവൻ. നമ്മുടെ മകള് ഒരുപാട് വലുതായിരിക്കുന്നു അല്ലേ? അവളുടെ കല്യാണത്തിന്റെ ചെലവ് അവള് തന്നെ കണ്ടെത്തൂന്ന് വരെ പറയുന്നു. അച്ഛനായ ഞാൻ ചെയ്യേണ്ട ജോലിയാ എന്റെ മോള് സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഞാനൊക്കെ ഈ ലോകത്ത് വെറും വേസ്റ്റാ. കുടുംബത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്തവൻ. അച്ഛൻ തന്നെ പഠിപ്പിച്ച പാഠങ്ങളാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇനി എത്ര ഞാൻ വളർന്നാലും എത്ര മൂത്ത് നരച്ചാലും അച്ഛന്റെ അമ്മയുടെയും ആ പഴയ അരപ്പവടക്കാര് തന്നെയായിരിക്കും ഞാൻ. ദേ, ക്ലാസ്സിലെ കണക്കിന് സയൻസിനും 50-50 കിട്ടുമ്പോ സന്തോഷത്തോടെ ഓടി വന്ന് അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിക്കുന്ന ആ പഴയ ശ്രീകുട്ടി തന്നെ. എന്നാ മോള് ചെല്ല്. ബാങ്കിൽ പോയിട്ട് സമയത്തിന് ഓഫീസിൽ പോകാനല്ലേ? ശരി അച്ഛാ. അമ്മ. ശരി മോളെ, സൂക്ഷിച്ചു പോണേ. നിങ്ങളെ രണ്ടാളെ ഞാൻ ഈ കല്യാണത്തിന് നിർബന്ധിച്ചത്. അല്ലാതെ ശ്രീടച്ചനെ തോപ്പിക്കാൻ വേണ്ടിയല്ല. നോക്ക് ശ്രീടച്ച, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. നിങ്ങളും മോളും
എന്ന് സന്തോഷത്തോടെ ഇരിക്കണം. അതല്ലാതെ ഞാൻ ശ്രീയുടെ മനസ്സിനെ വേദനിപ്പിച്ചതിന് എന്നോട് ക്ഷമിക്കണം. മാപ്പ്. ഒരു പ്രോബ്ലം ഇല്ല, ഞാൻ പോട്ടെ, സമയമായി. ശ്രീലക്ഷ്മി, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ഞാനിവിടെ ഉണ്ടല്ലോ. ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ദേ ഇപ്പൊ ആ മരത്തിൽ കയറണോ? അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ തോട്ടിച്ചാടി കൊച്ചു ഗപ്പി മീനിനെ പിടിച്ചു തരണോ? എന്ത് വേണമെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ചെയ്തു തരാവേ. ശരി, ഞാൻ പോട്ടെ. ഒരു മിനിറ്റ്. ഇപ്പൊ മാത്രല്ല, കല്യാണം കഴിഞ്ഞാലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ശ്രീലക്ഷ്മി എന്നോട് പറഞ്ഞാ മതി, ഞാൻ ശരിയാക്കി തരാം. അച്ഛനറിയാതെ പറയണമെന്നേ ഉള്ളൂ. എനിക്ക് ശ്രീലക്ഷ്മിയുടെ കാര്യത്തില് വലിയ ശ്രദ്ധയാ. ശ്രീലക്ഷ്മി വിഷമിക്കാൻ പാടില്ല. ആ മോളെ, നീ വന്നോ? ഗുഡ് മോർണിംഗ് മദറിൻലോ. എല്ലാവരും വന്നിട്ട് കഴിക്കാന്ന് കരുതി വെയിറ്റ് ചെയ്യായിരുന്നു. ഇനി ബ്രദറിൻലോ എപ്പോഴാണോ എന്തോ എഴുന്നള്ളുന്നത്. ഐ ആം സോ ഹംഗ്രി. ഗോപി, യെസ് മാഡം. ബ്രിങ് മൈ ഫുഡ്. വരൂ. അതെന്താ കാര്യം? അതമ്മേ, നമ്മൾ ആരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നോ അതാണ് ഇമ്പോർട്ടന്റ്. അല്ലേ ഏട്ടായി? നമുക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ സിമ്പിൾ ആയ ഭക്ഷണം പോലും സദ്യ പോലെ തോന്നും നമുക്ക്. ദിസ് ഈസ് സയന്റിഫിക്കലി പ്രൂവൺ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളോടൊപ്പം തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിച്ചാൽ പോലും 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു എഫക്ട് കിട്ടും. ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയവർ പറഞ്ഞതാ. ഇറ്റ്സ് ഓക്കെ ചേട്ടായി, നോ പ്രോബ്ലം. ഇവിടെ ഫാമിലി മൊത്തം കൂടിയിരിക്കുന്നതുകൊണ്ടാ രവിക്കുഞ്ഞിന് നല്ല സന്തോഷം. അതാ ആസ്വദിച്ച് കുടിക്കുന്നത്. നടക്കട്ടെ നടക്കട്ടെ. എന്താ അമ്മേ, അങ്ങനെയല്ലേ? അതെ, രവിയുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്. എങ്കിൽ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഓ, എടാ രഘു, സൂക്ഷിക്കണം. പതുക്കെ കഴിക്കടാ. ഹലോ ഹലോ, എന്താണ് സാർ? ഒരു അത്യാവശ്യത്തിന് വിളിച്ച ഫോൺ കട്ട് ചെയ്യാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നോടൊരു വഴക്ക് വേണ്ടെന്ന് വെച്ച് കട്ടിയതാ. ഓ, അത് കഴിഞ്ഞ് കയ്യും വായും കഴുകിയതിനു ശേഷം ദാ നിന്നെ തിരിച്ചു വിളിക്കാം. ഇനി പറ, എന്താ വിളിച്ച കാര്യം? വെറുതെ അമേരിക്കക്കാര് ചൊവ്വയിൽ ഇറങ്ങിയിട്ട് കുറച്ച് സ്ഥലം അവിടെ പതിച്ചു കൊടുക്കുന്നു കേട്ടു. നിനക്ക് വേണമെങ്കിൽ ഒരു 2 ഏക്കർ വാങ്ങട്ടെ എന്ന് ചോദിക്കാൻ വിളിച്ചതാ. രാജ, അനവസരത്തിലെ കോമഡി ഭയങ്കര ബോറാ. നിനക്ക് പറയാൻ സമയങ്ങളിൽ കടന്ന് ചിന്തിക്കുന്ന വക്രബുദ്ധിയൊക്കെ നല്ലതാ. എന്നാലേ നിങ്ങളെ പോലുള്ളവരുടെ കൂടെ ജീവിക്കാൻ പറ്റും. ശരി ശരി, ആയിക്കോട്ടെ. ഞാനൊന്നും പറഞ്ഞില്ലേ, പറഞ്ഞത് മുഴുവൻ തിരിച്ചെടുത്തേക്കണു. എന്നെ വിട്ടേരെ. അല്ലേ, ഞാൻ പറഞ്ഞതിൽ എന്താ ഇപ്പൊ കുഴപ്പം? അതിരാവിലെ ഡെക്കറേഷൻ സാധനം എടുക്കാനെന്നും പറഞ്ഞ ഉച്ച വരെ ആ സ്റ്റൂളിന്റെ മണ്ട കയറി നിന്നതല്ലേ നിങ്ങള്? എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ മതി,
ഞാൻ സ്റ്റൂളിന്റെ മണ്ടയിലല്ലേ കയറിയുള്ളൂ, അല്ലാതെ നിന്റെ തലമണ്ടയിലൊന്നും കയറിയില്ല. നിന്നാ അത് പറ. നീ ഇങ്ങോട്ട് വാ, ഒറ്റ ദിവസം നിൽക്കൂ, അന്നേരം കാണിച്ചേരാ ഈ സരോജ ആരാണെന്നില്ല. അതുകൊണ്ടാ. അയ്യോ നമിച്ചു. ഓ, ഈ കോളനിയിൽ നിന്നെ കുറിച്ച് നല്ല മതിപ്പാണല്ലോ സരോജം. എന്റെ കരിക്കോത്തിയമ്മേ, ഇവളുടെ ഒടക്ക് സ്വഭാവം കൊണ്ട് ആൾക്കാരിനി എന്റെ ദേഹത്ത് കൈവയ്ക്കുമെന്നാ സംശയം. അയ്യോ. വളരെ 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 നന്ദിയുണ്ട് സാറേ. സാറ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ മോള് ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. അത് മാത്രല്ല, സാറിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സഹായിക്കില്ലായിരുന്നു. ആണല്ലേ വർഗം, എപ്പോഴും പെണ്ണിനെ മുതലെടുക്കാനേ നോക്കൂ. പക്ഷെ സാറങ്ങനെയല്ല, തങ്കം പോലത്തെ ആളാ. അതുകൊണ്ട് സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാ ഞങ്ങൾക്ക്. താങ്ക് യു സാറേ. സാറിന്റെ ഹെൽപ്പിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഈ കോളനിക്കാരുടെ മുഴുവൻ മുത്ത. ഇപ്പൊ ഉറപ്പിക്കല് മാത്രമല്ലേ നടക്കുന്നുള്ളൂ. ശ്രീലക്ഷ്മിയുടെ കല്യാണം വരുമ്പോ നമ്മൾ ഈ കോളനി മൊത്തം അടിച്ചു പൊളിക്കില്ലേ? നമ്മുടെ വക പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാവും. ആഘോഷിക്കും നമ്മള്. ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾ തീരുമാനിച്ചാ മതി. നമുക്ക് എല്ലാത്തിനും സന്തോഷമേ ഉള്ളൂ. ആ, ശ്രീയുടെ അച്ഛൻ വരുമ്പോ പറയാൻ ഞാൻ നിന്നെ വന്ന് കാണാൻ. ശരി സരോജൻ ചേച്ചി, ഞാൻ ഇതെല്ലാവർക്കും കൊണ്ടു കൊടുക്കട്ടെ. ശരി. എപ്പോഴും. അയ്യോ സാറേ, സാറെന്താ ഒന്നും മിണ്ടാത്തത്? ഫോൺ വെച്ചിട്ട് പോയോ എന്തോ? ഞാൻ വരാം. ആ, താങ്ക് യു സാറേ, താങ്ക് യു വെരി മച്ച്. ഹലോ, ഫോൺ വെച്ചോ? ഹലോ സാറേ, കേൾക്കാമോ? ഹലോ ഹലോ. എന്ത്? നിന്റെ രാജിക്കത്ത് അതായിരുന്നല്ലോ എന്നെ ഇവിടെ വരുത്താനുള്ള നിന്റെ ഭീഷണി. അല്ല, ഞാനതൊരു ഒഴുക്കിന്. ഒഴുക്കും കൊഴുപ്പും തഴപ്പും. ഇറങ്ങി പോളവന്ന്. എനിക്കറിയാം വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എങ്ങനെ കൊണ്ടുപോകണമെന്ന്. വീടിന്റെ നടയിൽ വന്നും ഫോണിൽ കൂടിയും നീ അതിനൊരു മൈതാന പ്രസംഗം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? അല്ല രവി, ഞാൻ ഉദ്ദേശിച്ചത്. Shut up and get lost. Please. രാജാറാം, എനിക്ക് എന്റെ സ്വഭാവം തന്നെ ഇഷ്ടപ്പെടാത്ത മൂഡില ഞാനിപ്പോ. പ്ലീസ് ബ്ലെസ് മീ ഫോർ എ സക്സസ്. വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ എനിക്ക് പോകാനുള്ളതാ. രഘു, കഴിഞ്ഞ പ്രാവശ്യത്തെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഇറ്റ്സ് ചീറ്റിംഗ്. ആൾക്കാർ നിന്നെ. ഓർമ്മയുണ്ട് ചേട്ടായി. അവന്മാരെ ഇനി എന്റെ കൈ കിട്ടിയാൽ ഞാൻ വെറുതെ വിടില്ല. എല്ലാവരോടും ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക, അവർ ഈ നാട്ടിൽ ലാൻഡ് ചെയ്താൽ. അത് കഴിഞ്ഞില്ലേ, വിട്. രഘു, നീ ഇനി ചെയ്യേണ്ടത്. ഇല്ലേട്ടായി, അതെനിക്ക് വെറുതെ വിടാൻ പറ്റില്ല. ശരിക്കും അതിന്റെ ലോസ് തിരിച്ചു പിടിക്കാനാ ഞാൻ സൂപ്പർ ഗ്ലൂ പ്രോജക്ട് നോക്കുന്നത് തന്നെ. അല്ല, അത് പിന്നെ ചേട്ടായിക്ക് തോമസ് ആൽവ എഡിസൺ പറഞ്ഞത് എന്താണെന്ന് അറിയാം. അതുകൊണ്ട് ചേട്ടായി, ഇനി മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. പഴയ പ്രോജക്ട്സ് ഫെയിലിയർ ആയതുകൊണ്ട് ഞാൻ കൈയും കെട്ടി വെറുതെ ഇരിക്കില്ല. ഇനിയും പുതിയ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും. എന്താ ഏട്ടായി, ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ലേ അതിന്റെ ഒരു ശരി? അതെ, നീ ശരിയായിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നതും ചെയ്യാൻ ശ്രമിക്കുന്നതും.
പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വെക്കണം. തോമസ് ആൽവ എഡിസൺ താൻ ചെയ്ത തെറ്റിനെ വീണ്ടും ആവർത്തിച്ചിരുന്നില്ല ഒരിക്കലും. ഹലോ, എന്തായി ശ്രീലക്ഷ്മി? നീ ഫയല് സാറിന് കൊടുത്തോ? ഇപ്പൊ കഴിയുന്നേ ഉള്ളൂ. ദാ പോന്നു. ആ ശരി. സാറിന്റെ മുന്നിൽ ചെന്ന് കുഴയാൻ കിട്ടുന്നൊരു അവസരമല്ലേ, യൂട്ടിലൈസ് ചെയ്ത് കളയാമെന്ന് കരുതി. മാഡം ഞാൻ മതി. ഈ ഫയൽ നിന്റെ കയ്യിൽ ആരാ ഏൽപ്പിച്ചേ? മാഡം. So whatever comes, you should report to me. ശരിയല്ലേ? അർജന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ. Just shut up. I don't like excuses. അങ്ങനെ അർജന്റ് ആയിട്ട് സർ ഫയൽ ആവശ്യപ്പെട്ടെങ്കിൽ തന്നെ അത് കൊണ്ടുവന്ന് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യണമായിരുന്നു. Within no time. Am I right? നിന്ന് തലയാട്ടി കണ്ണു നിറയ്ക്കാതെ പോവാൻ നോക്ക്. ചെക്ക് നീ മോഷ്ടിച്ചതാണെന്ന് ഞാൻ വരുത്തി തീർക്കും. പിന്നെ മോഷണത്തിനും ആൾമാറാട്ടത്തിനും ഐ കൻ ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് യു. മനസ്സിലായോടി? ഞാനൊരു പോലീസ് കംപ്ലൈന്റ് അങ്ങ് ഫയൽ ചെയ്യും. അതോടെ നിന്റെ ജന്മം പിന്നെ പാഴ അഴിക്കുള്ളിൽ. മനസ്സിലായോ നിനക്ക്? എന്നാ നീ പൊയ്ക്കോ. റിപ്പോർട്ടിംഗ് ബോസസ് ഉള്ള ആരും അത് ബൈപാസ് ചെയ്ത് അടുത്ത ലെവലിലുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു കമ്പനിക്ക് നല്ലതല്ല. എന്റെ എളിയ അറിവ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ ഫൈൻ. താൻ പഠിച്ചെടുത്തതും ഞാൻ പഠിപ്പിച്ചതും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഇത്രയും കാലത്തെ അനുഭവം വെച്ച് ഞാൻ പറയാം, അത്തരം തിയറീസിനൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയില്ല. ബേസിക്കലി ഐ ഡോണ്ട് ബിലീവ് ഇൻ ഹൈറാർക്കി. ഇന്ന് ഈ കമ്പനി ഒരു വലിയ കുടുംബമാണ് സാന്ദ്ര. എന്നെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരാൻ പ്രയർ അപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട, ആരെയും ബൈപ്പാസ് ചെയ്യുമെന്നുള്ള വിഷമവും വേണ്ട. എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക. ദാറ്റ്സ് ഫസ്റ്റ്. പക്ഷെ ആ ഡ്യൂട്ടി ചെയ്യുന്നവർ സ്വന്തമായി വികാര വിചാരങ്ങൾ ഉള്ളവരാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ദാറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ്. ഐ തിങ്ക് യു ഗോട്ട് വാട്ട് ഐ മെന്റ്. സർ മനസ്സിലായി. ഗുഡ്. സോ ക്യാരി ഓൺ. ഡെസ്പാച്ച് ഇപ്പൊ തന്നെ നടക്കണം. ഈ ഫയലുമായിട്ട് ആരെങ്കിലും ഇപ്പൊ തന്നെ ഗോഡൌണിലേക്ക് വിട്ടേക്കും. ഓക്കെ സർ. അല്ല സർ, ഇനി ബൈപ്പാസിംഗ് പ്രശ്നമുള്ളതുകൊണ്ട് ഇതും കൊണ്ട് താൻ തന്നെ നേരിട്ട് ഗോഡൌണിലേക്ക് പോകില്ലല്ലോ അല്ലേ? നോ സർ, താങ്ക് യു. സ്വന്തം കൺമുന്നിൽ വെച്ച് ഞാൻ മറ്റൊരു വിവാഹത്തിന് സമ്മതമാണെന്ന് പറയുമ്പോ ഒരു നിമിഷം സാറിന് എന്റെ കണ്ണിലേക്ക് നോക്കായിരുന്നു. അപ്പ അറിഞ്ഞേനെ എന്റെ ഉള്ളിൽ എന്തുമാത്രം ഉരുകുകയായിരുന്നു എന്ന്.
കഴിക്കാൻ ആ സ്പെഷ്യൽ ബദാം മിൽക്ക് എടുത്തോണ്ട് വന്നേ. ശരി ഏട്ടാ. കൃഷ്ണേ പോയി എടുത്തോണ്ട് വാ. അച്ഛാ അച്ഛാ ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ. കല്യാണം നിന്റെ തന്നെയാ, സമ്മതിച്ചു. ആദ്യം മുഹൂർത്തം ഒന്ന് കുറിക്കട്ടെ, എന്നിട്ട് മതി ഇരിക്കലും കിടക്കലും ഒക്കെ. തൽക്കാലം കുറച്ചുനേരം അവിടെ നിൽക്ക്. കാല് തേഞ്ഞു പോകുന്നില്ല, മനസ്സിലായോ? കാല് തേഞ്ഞു പോവില്ല, മനസ്സിലായച്ചോ. ഞാൻ പായി ഇരുന്നോളാം. ആണോ? സന്തോഷായി. ഇതാ ജോത്സരെ, 2000 രൂപയുണ്ട്. ആരും ത്രിവിക്രമന്റെ വീട്ടിൽ വന്നിട്ട് മനസ്സന്തോഷമില്ലാതെ പോകരുതെന്ന എന്റെ ഒരു പോളിസി. ദേ ദക്ഷിണ വെച്ചോളൂ. ഇനി മുഹൂർത്തം വായിക്കാലോ. ഒരു നിമിഷം ജോത്സരെ. അല്ല സുദർശൻ ചേട്ടാ, നിങ്ങൾക്ക് വരാനുള്ളവരൊക്കെ വന്നല്ലോ അല്ലേ?